നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വീഡിയോയിൽ നൽകിയിട്ടുള്ള ചില ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണ്. ആയതിനാൽ ഉച്ചാരണത്തിലും ദൃശ്യത്തിലും ചില പോരായ്മകൾ ഉണ്ടാകാം. സദയം ക്ഷമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിന്റെ തെക്കേയറ്റത്തെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നെയ്യാറിന്റെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. രണ്ടു കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. കൂടാതെ ഉപദേവതകളായി ശിവൻ, ഗണപതി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ചരിത്രവും ഐതിഹ്യം സമ്മേളിച്ചുകിടക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ്. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട അമ്മച്ചിപ്ലാവ് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ചുറ്റമ്പലങ്ങളിലെ വിഗ്രഹങ്ങളെയെന്ന പോലെ ഭക്തജനങ്ങൾ ഇതിനെയും വന്ദിച്ചുവരുന്നു. ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടതിന്റെ സ്മാരകമായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1755 ക്ഷേത്രം പണിയിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. വേണാട് രാജാവായിരുന്ന രാമവർമ്മയുടെ കാലത്താണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഐതിഹ്യം നടന്നത്. അന്ന് യുവരാജാവായിരുന്ന അനിളം തിരുനാൾ മാർത്താണ്ഡവർമ്മ എട്ടുവീട്ടിൽ പിള്ളമാർക്കെതിരെ പ്രക്ഷോഭം നയിച്ചുവരികയായിരുന്നു. ആ സമയത്ത് പലതവണ അദ്ദേഹത്തിന് ശത്രുക്കളിൽ നിന്ന് ഒളിച്ചുതാമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശത്രുക്കളുടെ ആക്രമണമുണ്ടാകുകയും തത്സമയം എവിടെ നിന്നോ വന്നൊരു ബാലൻ അദ്ദേഹത്തെ അടുത്തുകണ്ട പ്ലാവിലേക്ക് വിളിക്കുകയും ചെയ്തു. അവിടെ ഒളിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ അങ്ങനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് പ്രശ്നം വച്ചുനോക്കിയപ്പോൾ കണ്ടത് ബാലനായി വന്ന് തന്നെ രക്ഷിച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്നാണ്. അതോടെ മാർത്താണ്ഡവർമ്മ പ്ലാവിനടുത്ത് ഭഗവാന് ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. 1755 മാർത്താണ്ഡവർമ്മയുടെ ജന്മദിനമായ ഇടവമാസത്തിലെ അനിളം നക്ഷത്രദിവസമാണ് ക്ഷേത്രം പണിത് പ്രതിഷ്ഠ കഴിച്ചത്. നെയ്യാറ്റിൻകര പട്ടണത്തിന്റെ ഒത്ത മധ്യത്തിൽ ദേശീയപാതയുടെ കിഴക്കുഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വദേശാഭിമാനി പാർക്ക്, നഗരസഭാതാലൂക്ക് കാര്യാലയങ്ങൾ, കോടതി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കടകമ്പോളങ്ങൾ തുടങ്ങിയവയെല്ലാം ക്ഷേത്രത്തിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം. ഗീതോപദേശരൂപത്തോടുകൂടിയ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടം അത്യാകർഷകമാണ്. ഇതിനടുത്തായി ചെറിയൊരു ശിവക്ഷേത്രവും ഒരു ഗണപതി ക്ഷേത്രവും കാണാം. രണ്ടും നെയ്യാറ്റിൻകര ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രങ്ങളാണ്. പ്രവേശന കവാടം കഴിഞ്ഞാൽ ഒരു നെടുനീളൻ ചാർത്താണ്. കരിങ്കല്ലിൽ തീർത്ത ഈ ചാർത്ത് അവസാനിക്കുന്നത് പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപമാണ്. ഗോപുരം താരതമ്യേന അനാകർഷകമാണ്. എന്നാൽ ഇതിനിരുവശവും ഭഗവദ്വാഹനമായ ഗരുഡന്റെയും ഹനുമാന്റെയും രൂപങ്ങളും കാണാം. ഗോപുരം കടന്ന് അകത്തെത്തുമ്പോൾ കാണുന്നത് ആനക്കൊട്ടിലാണ്. താരതമ്യേന പുതിയ കാലത്ത് നിർമ്മിച്ചതാണിത്. ഇതിനപ്പുറമാണ് ഭഗവദ്വാഹനമായ ഗരുഡനെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരം കാണപ്പെടുന്നത്. ഈ കൊടിമരം താരതമ്യേന പുതിയ കാലത്ത് പ്രതിഷ്ഠിച്ചതാണ്. കൊടിമരത്തിന് ഇരുവശവുമായി ഓരോ ദീപസ്തംഭം കാണാം. കൊടിമരത്തിന് അപ്പുറത്താണ് ബലിക്കൽപ്പുര. ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വളരെ ചെറിയൊരു ബലിക്കല്ലാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന അമ്മച്ചിപ്ലാവ് ബലിക്കൽപ്പുരയുടെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ചില്ലകളും തടിയും ശോഷിച്ചുപോയെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതിനാൽ ഇത് നല്ലപോലെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ബലിക്കൽപ്പുരയുടെ തെക്കുഭാഗത്ത് ക്ഷേത്രത്തിലെ നാഴികമണിയും കാണാം. കേരളത്തിന്റെ തെക്കേയറ്റത്തെ നദിയായ നെയ്യാർ ക്ഷേത്രത്തിന്റെ വടക്ക്, കിഴക്ക് ഭാഗങ്ങളെ തൊട്ടൊഴുകിപ്പോരുന്നു. ഭക്തർക്ക് ഇറങ്ങിച്ചെല്ലാൻ നെയ്യാറിൽ പടവുകൾ കെട്ടിയിട്ടുണ്ട്. നെയ്യാറിലെ ജലം തന്നെയാണ് ഇവിടെ അഭിഷേകത്തിനും നിവേദ്യത്തിനുമെല്ലാം ഉപയോഗിക്കുന്നത്. അതിനാൽ ക്ഷേത്രത്തിൽ കുളവും കിണറുമില്ല. ക്ഷേത്രത്തിന്റെ വടക്ക്, കിഴക്ക്, തെക്ക് ഭാഗങ്ങളിൽ പ്രത്യേകിച്ചൊന്നും തന്നെ കാണേണ്ടതില്ല. തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ഗണപതി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ എന്നിവരുടെ പ്രതിഷ്ഠകളുണ്ട്. ഇവർക്ക് വിശേഷാൽ പൂജകൾ നടത്തിപ്പോരുന്നു. ചതുരാകൃതിയിൽ തീർത്ത ഒറ്റനില ശ്രീകോവിലാണ് ക്ഷേത്രത്തിലുള്ളത്. വളരെ ചെറുതാണെങ്കിലും ചുവർച്ചിത്രങ്ങളും ദാരുശില്പങ്ങളും കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ശ്രീകോവിൽ. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന്റെ മേൽക്കൂറ് ചെമ്പുമേഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്വർണ്ണത്താഴികക്കുടം ശോഭിച്ചു നിൽക്കുന്നു. അകത്ത് 2 മുറികളുണ്ട്. അവയിൽ കിഴക്കുഭാഗത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 2 അടിയോളം ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ശ്രീകൃഷ്ണ വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്നു. 2 കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭഗവാനാണ് ഇവിടെയുള്ളത്. മനോഹരമായ വിഗ്രഹം വിഷുനാളിൽ അസ്തമയ സൂര്യന്റെ കിരണങ്ങളേറ്റ് തിളങ്ങുന്ന കാഴ്ച കാണാം. വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ ആവാഹിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നെയ്യാറ്റിൻകരയിലെ ശ്രീലകത്ത് വെണ്ണക്കണ്ണനായി വാഴുന്നു. ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള ചുവർച്ചിത്രങ്ങളിൽ ശ്രീകൃഷ്ണലീല,
ദശാവതാരം തുടങ്ങിയ രൂപങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. വടക്കുഭാഗത്ത് ഓവ് കാണാം. ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ജലം ഇതിലൂടെ ഒഴുകി നെയ്യാറിലെത്തുന്നു. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു. വളരെ ചെറിയ നാലമ്പലമാണിവിടെ. എടുത്തുപറയത്തക്ക സവിശേഷതകളൊന്നും തന്നെ നാലമ്പലത്തിനില്ല. നാലമ്പലത്തിലേക്കുള്ള പ്രവേശനകവാടത്തിനിരുവശവും വാതിൽ മാടങ്ങൾ കാണാം. ഭക്തർ ഇവ നാമജപത്തിനും വിശ്രമത്തിനുമായി ഉപയോഗിക്കുന്നു. നാലമ്പലത്തിന്റെ തെക്കുകിഴക്കേ മൂലയിൽ പതിവുപോലെ തിടപ്പള്ളിയുണ്ട്. നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന്റെ ചുറ്റുമായി അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു. അഷ്ടദിപ്പാലകർ, പടിഞ്ഞാട്വരുണൻ, വടക്കുപടിഞ്ഞാട്വായു, വടക്കുബേരൻ, വടക്കുകിഴക്കിശാനൻ, കിഴക്കിന്ദ്രൻ, തെക്കുകിഴക്കഗ്നി, തെക്യമൻ, തെക്കുപടിഞ്ഞാർനിര്യതി, സപ്തമാതുക്കൾ, ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, കൗമാരി, ചാമുണ്ഡി, വീരഭദ്രൻ, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ദുർഗാദേവി, ബ്രഹ്മാവ്, അനന്തൻ, നിർമാല്യധാരി, ഇവിടെ വിശ്വക്സേനൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ കാണാം. ശീവേലി സമയത്ത് ഇവയിൽ ബലിതൂകുന്നു. ബലിക്കല്ലുകളിൽ ചവിട്ടാനോ തൊട്ടു തലയിൽ വയ്ക്കാനോ പാടില്ല. ശ്രീകോവിലിന്റെ മുന്നിൽ സംചതുരാകൃതിയിൽ നമസ്കാരമണ്ഡപം പണിതിരിക്കുന്നു. നാലുകാലുകളോടുകൂടിയ വളരെ ചെറിയൊരു മണ്ഡപമാണിത്. അതിനാൽ പൂജാരിക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെയില്ല. മണ്ഡപത്തിന്റെ കിഴക്കേ അറ്റത്ത് ഒരു ഗരുഡപ്രതിമയുണ്ട്. ഭഗവാനെ നോക്കിത്തൊഴുതുന്ന ഭാവത്തിലാണ് ഗരുഡൻ കുടികൊള്ളുന്നത്. നെയ്യാറ്റിൻകര ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഇരുകൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് നെയ്യാറ്റിൻകര ഉണ്ണിക്കണ്ണൻ. 2 അടിയോളം ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹമാണ് ആദ്യം പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചിരുന്നതെന്നും എന്നാൽ പ്രതിഷ്ഠയ്ക്ക് വിഗ്രഹം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയപ്പോൾ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയുമായിരുന്നു എന്നുമാണ് കഥ. ഇരുകൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭാവമായതിനാൽ വെണ്ണയാണ് ഭഗവാന്റെ പ്രധാന നിവേദ്യം. പൂജാസമയത്ത് മറ്റു നിവേദ്യങ്ങളുണ്ടെങ്കിലും ഭഗവാന് വെണ്ണ സമർപ്പിച്ചുകൊണ്ടിരിക്കും. വെണ്ണ കൂടാതെ പാൽപ്പായസം, അപ്പം, അട, അവിൽ, കളഭാഭിഷേകം, ഉദയാസ്തമന പൂജ തുടങ്ങിയവയും ഭഗവാന്റെ പ്രധാന വഴിപാടുകളാണ്. ഉപദേവതകൾ ആരൊക്കെയെന്ന് പറയാം. ഗണപതി. നാലമ്പലത്തിനു പുറത്ത് തെക്കുപടിഞ്ഞാറു ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിലാണ് ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനം. മുഖപ്പോടുകൂടിയ ചെറിയ ശ്രീകോവിലാണ് ഗണപതിക്ക്. സാധാരണ വിഗ്രഹങ്ങളുടെ അതേ രൂപവും ഭാവവുമാണ് ഇവിടത്തെ വിഗ്രഹത്തിനും. ഗണപതി ഹോമം, ഒറ്റേപ്പം, മോദകം, കറുകമാല തുടങ്ങിയവയാണ് ഗണപതിയുടെ പ്രധാന വഴിപാടുകൾ. അയ്യപ്പൻ. ഗണപതിയുടെ ശ്രീകോവിലിനടുത്തുതന്നെയാണ് സഹോദരനായ അയ്യപ്പന്റെയും പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന അയ്യപ്പന്റെ മുന്നിലാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം. നെയ്യഭിഷേകം, അപ്പം, അട, എള്ളുപായസം തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. ശനിയാഴ്ച മണ്ഡല മകരവിളക്ക് കാലം അയ്യപ്പൻ പ്രധാനം. നാഗദൈവങ്ങൾ. ഗണപതിയുടെയും അയ്യപ്പന്റെയും പ്രതിഷ്ഠകൾക്കടുത്താണ് നാഗദൈവങ്ങളുടെയും പ്രതിഷ്ഠ. മേൽക്കൂരയില്ലാത്ത തറയിലാണ് പ്രതിഷ്ഠ. നാഗരാജാവായി അനന്തനും നാഗേക്ഷിയും പരിവാരങ്ങളുമടങ്ങുന്നതാണ് പ്രതിഷ്ഠ. നൂറും പാലും, മഞ്ഞൾപ്പൊടി അഭിഷേകം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പുലർച്ചെ 4 മണിക്ക് നട തുറക്കുന്നു. ബുധൻ, വ്യാഴം പ്രധാന ദിവസങ്ങൾ. തിരുവുത്സവം, അഷ്ടമിരോഹിണി, വിഷു, ദീപാവലി, വൈകുണ്ഠ ഏകാദശി, അക്ഷയതൃതീയ, വൈശാഖ് പുണ്യമാസം തുടങ്ങിയവ വിശേഷ ദിവസങ്ങൾ. മണ്ഡല മകരവിളക്ക് കാലം ഉപദേവൻ അയ്യപ്പൻ പ്രധാനം. ക്ഷേത്രത്തിന്റെ നേരിട്ടുള്ള ദൃശ്യങ്ങളും വിശേഷങ്ങളും പിന്നീടൊരിക്കൽ നമുക്ക് ചിത്രീകരിക്കുവാനും കാണുവാനും നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൂടാതെ വീഡിയോ കണ്ട എല്ലാവർക്കും നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി. നമസ്കാരം. ശുഭദിനം.